പൊട്ടിക്കാൻ ആഹാ ഭാർഗവി ഇവിടെ വന്നിരിക്കുകയാണ്. എന്നാ Yo, what's going on guys? Felix here. Welcome back to brand new vlog. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം guys. ഇന്നത്തെ വ്ളോഗിലെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇന്നൊരു ശനിയാഴ്ചയാണ് guys. അതല്ല ഇന്നത്തെ പ്രത്യേകത. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കർക്കിടക വാവാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ പോയി രാവിലെ പോയി കർക്കിടക വാവിന്റെ ബലിയും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് വന്നു guys. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ 75 കൊല്ലം പഴക്കമുള്ള കുളത്തിന്റെ ഫ്രണ്ടിലാണ്. ആക്ച്വലി അതിലൊരു തിരുത്തുണ്ട് guys. അതായത് എൻ്റെ അച്ഛൻ മരിച്ചത് 75ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-25 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ ടോട്ടലി ഏകദേശം ഇപ്പോൾ ഒരു തലമുറ തന്നെ കഴിഞ്ഞു. അതായത് ഒരു മനുഷ്യജീവന്റെ ഒരു മനുഷ്യ ആയുസിന്റെ അത്രയും പഴക്കം ഈ ഒരു കുളത്തിനുണ്ട്. അതാണ് ഞാൻ എക്സാക്ട്ലി ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ. അത് ഞാൻ ഇന്നലെ അമ്മയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എടാ 75 കൊല്ലമല്ല, ഇപ്പൊ നിന്റെ ഏജ് കൂടെ കഴിയുമ്പോൾ എന്റെ ചെറുതിലാണ് അച്ഛൻ മരിക്കണം. അപ്പോൾ അതോടെ കൂടുമ്പോൾ 100 കൊല്ലത്തെ പഴക്കം വരും ഗൈസ്. എന്റെ ദൈവമേ, ഞാൻ കുളം ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുളം ഗൈസ്. അപ്പോഴിന്ന് ശനിയാഴ്ചയും കർക്കിടക വാവു ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ടൈം 12:30 കഴിഞ്ഞു ഗൈസ്. അപ്പൊ അതുകൊണ്ട് അവർ ഫുഡെല്ലാം സെറ്റ് ചെയ്ത്, സദ്യക്കുള്ള ഫുഡും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ പണി എന്ന് പറഞ്ഞാൽ പായസത്തിന് വേണ്ടിയിട്ടുള്ള തേങ്ങ തിരുവി സെറ്റ് ആയി കൊടുക്കണം. കടല പായസമാണ് വെക്കണം ഗൈസ്. എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സാധനമാണ് കടല പായസം. അപ്പൊ ഇന്നത്തെ വലിയൊരു പണിയാണത്. അപ്പോൾ നമുക്ക് തേങ്ങ തിരുവി സെറ്റ് ആക്കി കൊടുക്കാൻ പോവാം ഗൈസ്. ഈ 2 തേങ്ങയാണ്. ഇതില് ഞാൻ ഒന്ന് തിരുവി പകുതിയായി ഇതുകൂടെ കംപ്ലീറ്റ് ആക്കിയാണ്. അപ്പൊ നമുക്ക് പണി തുടങ്ങാം. ഫൈനലി നീണ്ട നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. കാണിച്ചു തരാം. ഓക്കെ, തേങ്ങ ഒരു പ്ലേറ്റ് തേങ്ങ നമ്മൾ തിരുവി എടുത്തിരിക്കുകയാണ് ഗൈസ്. ചിരട്ടതാ 1, 2. അപ്പൊ ഇതുകൊണ്ട് ഒന്ന് കൊടുത്തിട്ട് വരാം ഗൈസ്. കടല പായസം കുടിച്ചത് സെറ്റ് ആവാം ഗൈസ്. ഞാനാണെങ്കിൽ ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നടന്ന് പോവുകയാണ്. പിന്നെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം ഗൈസ്. വണ്ടി ഇങ്ങോട്ട് വരൂലെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി വാങ്ങാനുള്ള സെറ്റപ്പ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാമേ. ഓക്കെ ഗൈസ്, ഫൈനലി സംഭവം കിട്ടി. ഓക്കെ, ഇത് ഏത് ബുക്കാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവർ ഇപ്പോൾ തന്നെ കമന്റ് ഇടും. ഞാൻ ഉടനെ തന്നെ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. വീട്ടിൽ ചെന്നാൽ ഉടനെ അൺബോക്സ് ചെയ്യാം ഗൈസ്. ഈ ബുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചയോളം കഴിഞ്ഞു. അത്രയും ലേറ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. എന്നാലും നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ്. ഏതാണ് നിങ്ങൾക്ക് ഇപ്പം ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ഇട്. അല്ലെങ്കിൽ നമുക്ക് അൺബോക്സ് ചെയ്ത് കാണാം. നമുക്ക് പിച്ചാത്തിട്ട് അൺബോക്സ് ചെയ്തല്ലേ. പിച്ചാത്തി എടുത്തില്ല, പിച്ചാത്തി കൂടെ എടുത്തോട്ടെ. വീട്ടിലെ കറക്കി അറിയണം പിച്ചാത്തി കിട്ടിയ. പക്ഷെ ഇതിന്റെ പകുതി ഒടിഞ്ഞു പോയി. കുഴപ്പമില്ല, അൺബോക്സ് ചെയ്യാം. Game face on when I chase like that. Yeah, I play so strong with a knife in the back. I'ma swing home run like a baseball bat. Gonna see me rise with the hate on that. I don't play both sides, with me no cap. I'm trying no doubt, my dreams on tap. ഗൈസ്, ഇതാണ് ബുക്ക്. ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയാണ് ബുക്ക്. കുറെ നാളുകൊണ്ട് തപ്പി നടന്ന ബുക്കാണ്. ഇപ്പൊ ഇപ്പോഴാണ് എന്റെ യഥാർത്ഥ ടൈമിൽ എന്റെ കയ്യിലെത്തിയത്. ഈ ബുക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റീസ്, അതായത് നമ്മുടെ രജനീകാന്ത്, വിരാട് കോഹ്ലിയൊക്കെ പോലുള്ളവർ ഏറ്റവും കൂടുതൽ പേര് സജസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്കാണ്. അതുപോലെ ഇതൊരു സ്പിരിച്വൽ ബുക്കാണ് ഗൈസ്. അതായത് നമ്മുടെ ആന്തരിക തലത്തിൽ നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്കാണ്. ടോപ്പ് സെല്ലിംഗ് ബുക്കാണ്. ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിയാലും വേൾഡിൽ തന്നെ എടുത്തു നോക്കിയാലും അത്രയും സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഗൈസ്. ഇതിന്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ഗൈസ്. ഞാൻ ഉറപ്പായിട്ട് ഇതിന്റെ റിവ്യൂ ഇടാം. പരമഹംസ യോഗാനന്ദനാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഗൈസ്. ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. എന്താണ് എഴുതിയിരിക്കുന്നത്? യോഗോദ ശാസ്താംഗ ലെസൺസ് ഇൻ സെൽഫ് റിയലൈസേഷൻ ബൈ ശ്രീ പരമഹംസ Yogananda. The scientific techniques of meditation taught by Paramahamsa Yogananda, including Kriya Yoga as well as his cadence on all aspects of balanced spiritual life, are taught in the Yogananda Sadananda lessons. ഇത് അവരുടെ വെബ്സൈറ്റ് ആണ് ഗൈസ്. ഈ ബുക്ക് നിങ്ങളെടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന പലരും ഇത് വായിച്ചിട്ടുണ്ടായിരിക്കും ഗൈസ്. ഇതാണ് ഫ്രണ്ട് ഗൈസ്, ഇല്ലേ? ഇത്രയും പേജുണ്ട്. ഇതൊക്കെ പഴയ പിക്ചേഴ്സ് ആണ് ഗൈസ്. അതിലെ കണ്ട ഈ പുള്ളി പ്രവർത്തിച്ചിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് എഴുതിക്കുന്നുണ്ട്. ജീവിതത്തെ ആകെ പരിവർത്തനം ചെയ്യുന്ന ഗ്രന്ഥം. ഓക്കെ, അങ്ങനെ ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഫുഡ് റെഡിയായി. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, തോരൻ, പപ്പടം, പരിപ്പ്, ഓലൻ, സാമ്പാർ എല്ലാം കൂടെ വെച്ച് നമുക്കൊരു പൊളി പൊളിക്കാം ഗൈസ്. ഫസ്റ്റ് നമുക്ക് പപ്പടം എടുത്ത് പൊട്ടിക്കാം ഗൈസ്. ആഹാ ഭാർഗവി ഇവിടെ വന്നിരിക്കുകയാണ്. എന്നാ എടുത്തോ, നീ കഴിച്ചോളാം. അടിപൊളിയായി. ഞാൻ മാങ്ങ ഇതൊരു ടേസ്റ്റ് ഇല്ല. മാങ്ങ കൂടെ നോക്കാം. കുറച്ച് മാങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ട് ഒന്ന് ഞവടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി പപ്പടം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫിനിഷ് ആക്കിയിട്ട് പായസവും എടുത്തോണ്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ ഫൈനലി സദ്യ എല്ലാം ഫിനിഷ് ആക്കിയിട്ട് കുറച്ച് കടല പായസം എടുത്തിരിക്കുകയാണ്. നമുക്കൊന്ന് കുടിക്കാം. കുടിച്ചു പോകാൻ കഴിയും. കറക്റ്റ് മധുരം, ഓവറും ഇല്ല കുറവുമില്ല. ഞാൻ പായസം എടുത്ത് ആണ് എൻ്റെ ഇരിക്കണം. ഒരു ഗ്ലാസ് മതി എനിക്ക്. ചോറയിന്ന് കൂടി പോയി. അപ്പോൾ ഞാനൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. കുറെ നേരം കിടന്ന് ഉറങ്ങി. ഞാൻ ഫുഡും കഴിച്ചിട്ട് നേരെ ചെന്ന് കിടന്നാണ്. കുറെ കഴിഞ്ഞാൽ അങ്ങ് ഉറങ്ങി സെറ്റ്. അപ്പൊ നേരെ എണീറ്റ് വന്നപ്പോ ഇവിടെ ഒരാൾ പഠിക്കാൻ വന്നിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ. എന്താ കയ്യിൽ കിടക്കണം?
ആപ്പിളിന്റെ വാച്ച് എടുത്താ? ആപ്പിളാ ഇവിടെ? LED വാച്ച്. എടാ ആപ്പിള് ഇത് ആപ്പിളെന്ന്. ഇപ്പൊ എത്രയാ മണി? 4:58. പൊളിക്ക് തന്നെ. എത്ര ഇന്ന് വാവായോണ്ട് അവന് ഗിഫ്റ്റ് കിട്ടിയാണ് തന്നെ. പിന്നെ എന്നെടുത്ത നീ? ഇന്നലെ അമ്മ വാങ്ങിച്ചോണ്ട് വന്നു. കൊള്ളാം. ഇല്ല, ഞാൻ ഒരു കാര്യം കാണിച്ചു. സ്ട്രിപ്പ് വലിച്ചു വരല്ലേ? വാ, എത്ര സ്ട്രിപ്പ് ഉണ്ട്? നീ ഇപ്പൊ ഇളക്കിയ സ്ട്രിപ്പ് ഇല്ലേ നിന്നെ കൈയിരിക്കണ സാധനം? അതാണ് സ്ട്രിപ്പ് എന്ന് പറയണം. അതേപോലെ വേറെ ഉണ്ടോ? പൊളിക്ക. ഇനി ഇതും കൊണ്ട് ഇനി ഇപ്പൊ സ്കൂളിൽ കൊണ്ടുപോയി ഷോ കാണിക്കല്ലേ? ഓ, അങ്ങനെ കയറ്റി വെക്കില്ലേ? സൈഡിലുണ്ട്. കേറല്ലേടാ? ഇന്ന് വീട്ടിൽ കയറ്റില്ല അവന്. കേറല്ലേ അത്? ഓ, ഇത് സെറ്റ് ചെയ്യട്ടാ. അടിപൊളി. എന്നാ കമോൺ ഓടിയാ. ഓക്കെ ഗൈസ്, അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ ഒരു ഡേയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് സെറ്റ് ആയിരുന്നു ഗൈസ്. അടിപൊളിയായിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ ഞാൻ ഭാർഗവിക്ക് ഇന്നലെ കുറേ പായസം കൊടുത്തായിരുന്നു ഗൈസ്. അത് ഞാൻ റെക്കോർഡ് ചെയ്യില്ലായിരുന്നു. അത് പറഞ്ഞപ്പോൾ ഒരാൾ വന്നിരിക്കുന്നത് കാണിച്ചു തരാം. ഭാർഗവി ഇങ്ങോട്ട്, ഇവിടെ ഇന്നലെ പായസം കുറേ കുടിച്ചല്ലേ? ഓ, അത് പറഞ്ഞപ്പോൾ കണ്ട. അപ്പോൾ ഇന്നലത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഗൈസ്. മൊത്തത്തിൽ ഒരു വൈബ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അടിപൊളിയായിരുന്നു. നമുക്ക് ഓണത്തിൻ്റെയൊക്കെ ഒരു വൈബിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയ ഡേ ആയിരുന്നു. കാരണം സദ്യയൊക്കെ വന്നപ്പോഴേ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ ബൈ. Catch me if I fall.